Hi, welcome to Mates. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കീബോർഡ് സ്റ്റാൻഡിൻ്റെ അൺബോക്സിങ്, അതുപോലെ തന്നെ അതെങ്ങനെയാണ് ആ സ്റ്റാൻഡിൽ നമ്മുടെ കീബോർഡ് വയ്ക്കുന്നത്, പിന്നെ ആ കീബോർഡിൻ്റെ ഹൈറ്റ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വരുന്ന റബ്ബർ സ്ട്രാപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു കീബോർഡ് ഉണ്ട്, അതിനൊരു സ്റ്റാൻഡ് ഇതുവരെ മേടിച്ചിട്ടില്ല. അപ്പോൾ അത് മേടിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഒരു ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളത് മേടിച്ചിട്ട് അതിൽ ആ ഒരു റബ്ബർ സ്ട്രാപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു സംശയം മാറുന്നുള്ളത് ഉറപ്പാണ്. ഇത് ഞാൻ ഓർഡർ ചെയ്തത് ആമസോണിൽ നിന്നാണ്. ഇതിനെനിക്ക് വന്നത് 1199 രൂപയാണ്. ശരിക്കും ഞാൻ ഇപ്പോൾ നമ്മുടെ കാലിക്കറ്റ് പോയപ്പോൾ ചോദിച്ചപ്പോൾ എനിക്ക് ഇതിന് ഒരു ഒറ്റ ലെഗുള്ള ടൈപ്പ് സ്റ്റാൻഡിന് തന്നെ 1400 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ ഇത് 2 ലെഗുള്ള, അതായത് കുറച്ചുകൂടി സ്ട്രോങ് ആണ് മറ്റതിനെ അപേക്ഷിച്ച്. ഇതിന് എനിക്ക് 1199 രൂപയെ വന്നിട്ടുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും ഒരു 500 രൂപയോളം എനിക്ക് ഇവിടെ മാർക്കറ്റ് പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ലാഭിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ 2 ലെഗുള്ള സ്റ്റാൻഡുകൾക്ക് സാധാരണ എന്തായാലും ഒരു 1700 വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സ്റ്റാൻഡിൻ്റെ കൂടെ മൊത്തം 4 ബാറുകൾ വന്നിട്ടുണ്ട്. അതായത് 2 ലെങ്ത്ത് കൂടിയതും 2 ലെങ്ത്ത് കുറഞ്ഞതുമാണ്. അപ്പോൾ ലെങ്ത്ത് കൂടിയത് താഴെ ഭാഗത്താണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ലെങ്ത്ത് കുറഞ്ഞത് മുകൾ ഭാഗത്തുമാണ്. അപ്പോൾ നമ്മുടെ ബാറുകൾ ഫിക്സ് ചെയ്യാനുള്ള ആ ഒരു ഗ്രൂവ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്, കണ്ടില്ലേ? അതിലേക്ക് നമ്മൾ സ്ക്രൂ ചെയ്യാനുള്ള ത്രെഡഡ് ആയിട്ടുള്ള ഹോൾസാണത്. ഡയറക്റ്റ് സ്ക്രൂ അതിലേക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ള സ്ക്രൂസാണത്. ആ ബ്ലാക്ക് സ്ക്രൂസാണ് അതിൽ ചെയ്യുക. മറ്റേ വലിയ 2 സ്ക്രൂ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ബോട്ടം ബാർസ്, കുറച്ച് ലെങ്ത്ത് കൂടിയതാണിത്. ഇത് മുകളിൽ വെക്കുന്നതാണ്, ഇതിന് ലെങ്ത്ത് കുറവായിരിക്കും. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഫിക്സ് ചെയ്യാൻ നോക്കാണ്ടില്ല. 2 ഹോൾസ് ആയിരിക്കും ഇതിനുണ്ടായിരിക്കുക ഓരോ ബാർസിനും. അപ്പോൾ ഈ ഹോൾസിൽ നമ്മൾ സ്ക്രൂ ഇടേണ്ടത് കണ്ടില്ലേ, ഇങ്ങനെ കുഴിഞ്ഞു കിടക്കുന്ന ഈ ഭാഗത്തായിരിക്കണം നമ്മൾ സ്ക്രൂ ഇടേണ്ടത്. എന്നാലേ മറ്റേ ഭാഗത്തേക്ക് കൂടുതൽ പിന്നെ സ്ക്രൂ തള്ളി നിൽക്കുള്ളൂ. മറ്റേ കുഴിയാത്ത ഭാഗത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് ഇടാൻ കഴിയില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കണ്ടില്ലേ, ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഒരു അല്ലെങ്കിൽ ആണ് ഇതിന് വരുന്നത്, അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യേണ്ടതാണ്. പക്ഷേ എന്താ വെച്ചാൽ എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു സൈസിൽ വരുന്ന ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ആണ് ടൈറ്റ് ചെയ്തത്. വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ടൈറ്റൊക്കെ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞ് ഞാൻ ഇത്ര ക്വാളിറ്റി പ്രതീക്ഷിച്ചില്ലായിരുന്നു ഞാൻ ഓൺലൈനിൽ ഇത് ഓർഡർ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് സാധാരണ ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഇങ്ങനെയുള്ള പിന്നെ സ്റ്റാൻഡുകളും കാര്യങ്ങളും എന്ന് വെച്ചാൽ വളരെ ലോ ക്വാളിറ്റിയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇത് അങ്ങനെയല്ല. എന്തായാലും ഇതൊരു എബോവ് ആവറേജ് നല്ല ക്വാളിറ്റി തന്നെയാണ് സാധനം, നല്ല സ്ട്രോങ് ആണ് സാധനം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു സ്റ്റാൻഡ് മേടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ നിന്ന് മേടിക്കാതെ പിന്നെ ഇതുപോലെ ഓൺലൈനായിട്ട് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ഒരു കമ്പനി വലിയ കുഴപ്പമില്ല. ഏതായാലും ഞാനിത് പിന്നെ യൂസ് ചെയ്തുകൊണ്ട് പറയാണ്, വലിയ കുഴപ്പമില്ല, നല്ല സ്ട്രോങ് ആണ്. പക്ഷേ നിങ്ങളൊരു കീബോർഡ് മേടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഓൺലൈനായിട്ട് മേടിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ അത് പിന്നീട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അതിന് നമ്മളൊരു പിന്നെ മെയിൽ എന്തെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അതിന് റിപ്ലൈ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് കാലതാമസം, അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് കീബോർഡ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നല്ലൊരു ഷോപ്പിൽ പോയിട്ട് മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിൻ്റെ വാറണ്ടിയും കാര്യങ്ങളൊക്കെ പിന്നെ ഡയറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ കാർഡൊക്കെ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നേരിട്ട് നമ്മൾ ആ ഷോപ്പിലേക്ക് പോവുക അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മുടെ എല്ലാ ബാറുകളും ഞാൻ 2 സൈഡിലും സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് വെച്ച് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ഷേപ്പ് എന്നുള്ളത്, കണ്ടില്ലേ? അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കീബോർഡ് സെറ്റ് ചെയ്യണം, അതുപോലെ തന്നെ അതിന് ഹൈറ്റ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ കീബോർഡ്, റോളണ്ട് EX20 എന്ന് പറഞ്ഞ മോഡലാണിത്. അപ്പോൾ ഇനി പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടില്ല, ഈ ഒരു ബോൾട്ടിൻ്റെ ഉപയോഗം എന്താണ് എന്നുള്ളത് ഇനി ഞാൻ പറഞ്ഞുതരാം. മിക്ക ആളുകൾക്കും നമ്മൾ ഈ സ്റ്റാൻഡ് ഉപയോഗിക്കുന്നപ്പോൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഈ ഒരു പിന്നെ ബോൾട്ട് എന്തിനാണ്, ആ റബ്ബർ സ്ട്രാപ്പ് എന്തിനാണ് എന്ന് പോലും അറിയാത്ത ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഇതറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടും കൂടിയാണിത്. അപ്പോൾ മിക്കവാറും എല്ലാ കീബോർഡിൻ്റെയും താഴെ ഭാഗത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, ഇങ്ങനെ ഒരു ത്രെഡഡ് ആയിട്ടുള്ള 2 ഹോളുകൾ ഉണ്ടായിരിക്കും. ഇവിടെ ഒന്നുണ്ടായിരിക്കും, അതുപോലെ 2 ഉണ്ടായിരിക്കും അപ്പുറം
രണ്ട് ത്രെഡഡ് ആയിട്ടുള്ള ഒരു രണ്ട് ഹോൾസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഹോൾസിലേക്ക് പിന്നെ നമുക്ക് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് പിന്നെ ഇതുപോലെയുള്ള സ്ക്രൂസ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് കീബോർഡ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ കീബോർഡ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, നമ്മളിത് പ്ലേ ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റാൻഡ് ഇളകാൻ പാടില്ല. അതേപോലെ തന്നെ അത് പിന്നെ നമ്മൾ വെക്കുന്ന ആ ഒരു തറ സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ ചെരിഞ്ഞിട്ടുള്ള സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ജെർക്കിംഗ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കീബോർഡ് വെക്കുമ്പോഴും എപ്പോഴും 4 സൈഡിലേക്കും നല്ല കറക്റ്റായിട്ട് ഒരേ രീതിയിൽ പിന്നെ ലെങ്ത്ത് വരുന്ന രീതിയിൽ വെക്കണം. എന്നാലേ വെയിറ്റ് എല്ലാ സ്ഥലങ്ങളിലും അത് പിന്നെ ഒരേപോലെ വരുള്ളൂ. പിന്നെ നമ്മൾ വെക്കുന്ന ആ ഭാഗത്തുള്ള റബ്ബറിൻ്റെ ബുഷ് ഉണ്ടായിരിക്കും. ഓരോ ബാറിലും 2 ബുഷ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ 2 ബുഷും കറക്റ്റായിട്ട് നമ്മളെ പിന്നെ കീബോർഡ് നിലത്തിരിക്കുന്ന ആ ഭാഗത്ത് തന്നെ അല്ലേ ആ ബുഷ്, അതായത് ആ ബുഷിൻ്റെ മുകളിൽ തന്നെ അല്ലേ നമ്മൾ കീബോർഡ് വെക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. കണ്ടില്ലേ, അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് 4 ഭാഗവും കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ റബ്ബർ സ്ട്രാപ്പ് അതിൽ ഉറപ്പിക്കണം. അപ്പോൾ നമ്മൾ റബ്ബർ സ്ട്രാപ്പ് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇപ്പോൾ വെച്ചിരിക്കുന്ന കീബോർഡിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹൈറ്റിൽ തന്നെ ആണെന്ന് ഉറപ്പ് വരുത്തണം. അത് ആക്കിയതിന് ശേഷം, ഹൈറ്റ് കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രമേ റബ്ബർ സ്ട്രാപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഏറ്റവും അവസാനം ചെയ്യേണ്ട പണിയാണ് റബ്ബർ സ്ട്രാപ്പ്. അപ്പോൾ ആദ്യം നമുക്ക് ഹൈറ്റ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ലിവർ. ഇത് വളരെ സിമ്പിളാണ്. ഇതിപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് കീബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ വെക്കാതെ ചെയ്യാം. വെക്കാതെ ചെയ്യുന്നതാണ് സേഫ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും വെയിറ്റ് അതിൻ്റെ കൂടെ വരും. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ 2 കാല് കൊണ്ട് താഴെ ഭാഗത്ത് നമ്മുടെ ആ ബോട്ടം ബാർസില്ലേ അതിലൊന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് താഴേക്ക് അങ്ങോട്ട് പിന്നെ ഒറ്റയടിക്ക് താഴേക്ക് വീണ് പോകാൻ പാടില്ല. കറക്റ്റ് ആ ഒരു ഹോളിൻ്റെ കറക്റ്റ് ലെവലിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു പിന്നെ ലോക്ക് അതിലേക്ക് ഒരു പിന്നാണത്, ഒരു സ്പ്രിങ് ആക്ഷനൊക്കെ ഉണ്ടാവും, ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് ഇറങ്ങി പോകും. പക്ഷേ ഈ വെയിറ്റ് ഉള്ളത് കൊണ്ട് അങ്ങനെ സിമ്പിളായിട്ട് ഇറങ്ങി പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കീബോർഡ് മാറ്റി വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇനി നമുക്ക് റബ്ബർ സ്ട്രാപ്പ് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കീബോർഡും സ്റ്റാൻഡും ജസ്റ്റ് അതിൻ്റെ മുകളിൽ വെച്ചിട്ടേ ഉള്ളൂ. ഒന്ന് സ്റ്റാൻഡ് ചെരിഞ്ഞ് കഴിഞ്ഞാൽ കീബോർഡ് വീണ് പോകുന്ന ഒരു കണ്ടീഷനാണുള്ളത്. അപ്പോൾ എന്താ ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഈ സ്ട്രാപ്പ് വെച്ചിട്ട് നമ്മൾ 2 സൈഡിലും നമ്മുടെ കീബോർഡിനെ അങ്ങോട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ സ്ട്രാപ്പ് പിന്നെ എവിടെയാണോ നമ്മൾ ഹോള് വരുന്നത്, ആ ഹോള് വരുന്നതിൻ്റെ അടുത്തായിട്ട് ആ സ്ട്രാപ്പ് കൊണ്ടുവയ്ക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അത് വെച്ചതിന് ശേഷം ആ സ്ട്രാപ്പിൽ കുറച്ച് ഹോൾസ് ഉണ്ടായിരിക്കും. ആ ഹോൾസിന് ഏത് ഹോളാണോ നമ്മുടെ ആ ത്രെഡിന് കറക്റ്റായിട്ട് വരുന്നത്, ആ ഹോൾസിൽ നമ്മുടെ സ്ക്രൂ ഇടുക. സ്ക്രൂവിൻ്റെ അപ്പുറം ഇപ്പുറമായിട്ട് 2 വൈറ്റ് കളറിൽ 2 വാഷർ ഇതിന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് അത് ടൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് ആ ഒരു കീബോർഡൊന്ന് പൊക്കി പിടിച്ചിട്ട് ടൈറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയെന്ന് വെച്ചാൽ, ഈ ഒരു പിന്നെ സ്ക്രൂ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ ഈ ത്രെഡ് ഒരുപാട് തിരിക്കേണ്ടി വന്നു ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ ഒരു ബുദ്ധിമുട്ടേ തോന്നിയുള്ളൂ. പക്ഷേ സാധനം എന്താ വെച്ചാൽ സ്ട്രോങ് ആയി, ഒരു രക്ഷയില്ല, ഉഷാറായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ കീബോർഡും നമ്മളെ ചെയറും തമ്മിലുള്ള ഒരു ലെവൽ വരേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബിഗിനറാണ്. അപ്പോൾ ഈ ഇതുപോലുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഇനി വരും അടുത്ത വീഡിയോസിൽ. Thank you for watching. Bye.